വി രാജേഷിന് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അഭിനന്ദന പ്രവാഹമാണ്. കുറച്ചു നേരത്തെ എന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോഴാണ് ഇൻഡോർ മേയർ വിളിച്ചിരുന്നു. ഇൻഡോറുമായി ചേർന്ന് വല്ല പ്ലാനും ഉണ്ടോ? അപ്പൊ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെന്റ് മാതൃക നമുക്കതിന്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കും. ഇൻഡോറിലെ ആ വലിയ മാതൃക ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇൻഡോർ ഭഗീരഥ്പുരയിൽ ദുരന്തം വിതച്ചത് മലിനജലമാണെന്ന് ലബോറട്ടറി പരിശോധനയിലും സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് നാട്ടുകാരുടെ ഗുരുതര ആരോപണം. എന്തായിരുന്നു ആരോപണം? കുടിവെള്ളത്തിൽ മാലിന്യം കലരുന്നതായി കോർപ്പറേഷനിൽ പലതവണ പരാതിപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ അവഗണിച്ചെന്ന് നാട്ടുകാർ. പക്ഷെ തിരുവനന്തപുരത്തെ നാട്ടുകാർക്കൊന്നും അങ്ങനെ ഒരു പരാതി ഇല്ല കേട്ടോ. കാരണം ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോർ ആണ്. ക്ലീൻ എന്ന് പറഞ്ഞാൽ മലിനജലം മാലിന്യ ടാങ്കിൽ കിടക്കാൻ പോലും സമ്മതിക്കില്ല, അത്രയും ക്ലീൻ. സ്ഥലത്ത് പുതുതായി നിർമ്മിച്ച പോലീസ് ചെക്ക് പോസ്റ്റിന്റെ ശൌചാലയത്തിൽ നിന്നുള്ള മലിനജലം പൈപ്പ് പൊട്ടി ശുദ്ധജലത്തിൽ കലർന്നെന്നാണ് കണ്ടെത്തൽ. ഇൻഡോറിൽ ഇത്തരം ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്യാൻ പ്രത്യേക രീതിയുണ്ട്. ഇൻഡോറിൽ എങ്ങനെയാണ് ഇഷ്യൂ സോൾവ് ചെയ്തെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ അദ്ദേഹം അവതരിപ്പിച്ചു. 10-13 ഇഷ്യൂ അങ്ങനെ അങ്ങ് സോൾവ് ചെയ്തു. 13 പേർ മരിച്ചെന്ന് നാട്ടുകാർ പറയുമ്പോൾ 10 മരണങ്ങളാണ് കോർപ്പറേഷൻ മേയർ സ്ഥിരീകരിച്ചത്. അപ്പോൾ എന്താണ് നമ്മുടെ പരിപാടി മേയർ സാർ? അപ്പൊ അതുപോലെ നടപ്പിലാക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് ആശ്വാസം. ഇൻഡോർ മേയർ വിളിച്ചിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ് വിളിച്ചത്. എന്നിട്ട് വിളിച്ചപ്പോൾ ഞാൻ ഇന്റർവ്യൂ ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹത്തെയും കിട്ടിയില്ല. ഭാഗ്യമെന്ന് കരുതിയാൽ മതി, അങ്ങോട്ട് വിളിക്കാനൊന്നും നിൽക്കണ്ട. നമുക്ക് ഉള്ള പച്ചവെള്ളം ചൂടാക്കി കുടിച്ചങ്ങ് ജീവിക്കാം.